പാരീസ് ഒളിമ്പിക്സിലെ ഭാരതത്തിന്റെ ആദ്യ മെഡൽ നേട്ടത്തിന് പിന്നിൽ ഭഗവത്ഗീതയാണ്. ഭാരതത്തിന്റെ പരമപവിത്രമായ സ്വത്വം മുറുകെ പിടിക്കുന്നവരെല്ലാം സംഘികളായി ചാപ്പകുത്തപ്പെടുന്ന ഇക്കാലത്ത് മനു ഭാകർ എന്ന രാജ്യത്തിന്റെ അഭിമാന താരത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് പലരും വന്നേക്കാം. ലോക കായിക മാമാങ്കത്തിന്റെ അഭിമാനവേദിയിൽ ഭാരതത്തിന്റെ ആദ്യ മെഡൽ നേട്ടം 22 വയസ്സുകാരിയായ മനു ഭാകർ എന്ന ഹരിയാനക്കാരി തന്റെ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ചിടുമ്പോൾ അത് ഭാരതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സ്വത്വത്തിന്റെ കൂടി തിരിച്ചുവരവാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഭാരതത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്നത്. ലോകമാകെ ഉറ്റുനോക്കുന്ന പാരീസിലെ സുവർണവേദിയിൽ വെങ്കല മെഡൽ നേടിയതിന് പിന്നാലെ മനു ഭാകർ പറഞ്ഞ വാക്കുകൾ ആ നേട്ടത്തിൻ്റെ പൊലിമ സ്വർണത്തിൻ്റെതാക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഫൈനൽ മത്സരത്തിൽ മനുവിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചത് ഭഗവത്ഗീതയായിരുന്നു. മനസ്സിൽ വിചാരിക്കുന്നത് ചെയ്യുക, ബാക്കി നിങ്ങളുടെ വിധിക്ക് വിടുക. ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നു, നിന്റെ കർമ്മത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറിച്ച് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. മഹത്തായ ഈ ശ്രീകൃഷ്ണ വാക്യമാണ് ആ ഫൈനൽ മത്സരത്തിൽ തൻ്റെ എയർ പിസ്റ്റലുമായി വെടിയുതിർക്കാൻ നിൽക്കുമ്പോൾ മനുവിൻ്റെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നത്. മത്സരശേഷം ഇത് തുറന്നു പറഞ്ഞത് മറ്റാരുമല്ല, മനു ഭാകർ എന്ന ആ മിടുക്കി തന്നെയാണ്. ഗീതയിലെ ഈ ആത്മീയപരമായ നിർദ്ദേശം മനുവിനെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക് വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. മത്സരത്തിലുള്ള തീവ്രമായ സമ്മർദ്ദത്തെ നിയന്ത്രിച്ചു നിർത്താൻ ഈ വാക്കുകൾ അവളെ സഹായിച്ചു. ഫലത്തെക്കാളേറെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും ശാന്തത പാലിക്കാനും മികച്ച പ്രകടനം നടത്തുവാനും ഈ ശ്രീകൃഷ്ണ വാക്യത്തിലൂടെ തനിക്ക് സാധിച്ചു എന്ന് ലോകത്തോട് കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഹരിയാനക്കാരി വിളിച്ചു പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പവിത്രമായ സ്വത്വത്തെ തന്നെ മുറുകെ പിടിക്കലാകുന്നു. പലരും മനഃപൂർവ്വം വിസ്മരിക്കുന്ന അധിനിവേശ ശക്തികളുടെ ക്രൂരതകൾക്ക് മുന്നിൽ നിലം പൊത്തിപ്പോയ പഴയ കാലത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാകുന്നു മനു ഭാകറിൻ്റെ ഈ വാക്കുകൾ. ഷൂട്ടിങ്ങിൽ ഒരു മെഡലിനായുള്ള രാജ്യത്തിൻ്റെ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് മനു ഭാകർ പാരീസിൽ വെങ്കല മെഡൽ കഴുത്തിലണിഞ്ഞ് തല ഉയർത്തി നിന്നത്. യോഗ്യതാ റൗണ്ടിൽ 580 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് മനു ഫൈനലിലേക്ക് എത്തിയത്. ഇന്നലെ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ആദ്യ ഷോട്ടിൽ തന്നെ 2-ാം സ്ഥാനത്തെത്താൻ മനുവിന് സാധിച്ചിരുന്നു. 8 പേർ മത്സരിച്ച ഈ ഇനത്തിൽ 4 താരങ്ങൾ പുറത്തായി 4 പേർ മാത്രം അവശേഷിച്ചപ്പോൾ 1.3 പോയിന്റുകൾ മാത്രം മതിയായിരുന്നു താരത്തിന് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ. എന്നാൽ അവസാന അവസരങ്ങളിൽ താരം വെങ്കല മെഡലിലേക്ക് എത്തി. 1 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് താരത്തിന് വെള്ളി മെഡൽ നഷ്ടമായത്. ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ തകരാറിലായതിനെ തുടർന്ന് അന്ന് മത്സരിക്കാൻ സാധിക്കാത്ത നിരാശയെല്ലാം മറക്കുന്ന പ്രകടനമായിരുന്നു സ്വപ്ന നഗരമായ പാരീസിൽ മനു പുറത്തെടുത്തത്. 2022 ഏഷ്യൻ ഗെയിംസിലും കഴിഞ്ഞ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണം സ്വന്തമാക്കിയ ഈ ഹരിയാനക്കാരി ഭാരതത്തിന്റെ ഭാവി കൂടിയാണ്. ഗുസ്തിക്കാരുടെ നാടായ ഹരിയാനയിലെ ജജ്ജറിൽ നിന്ന് പാരീസിലേക്കുള്ള ആ ദൂരത്തിലും തൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെയും ഇതിഹാസങ്ങളെയും കൈവിടാതെ ആ 22 വയസ്സുകാരി മുറുകെ പിടിക്കുന്നു എന്നത് തന്നെയാണ് ഈ അഭിമാന നിമിഷത്തിലും രാജ്യത്തിന് ഇരട്ടി സന്തോഷമാകുന്നത്. മനു തുടങ്ങിവെച്ച മെഡൽ നേട്ടത്തിന് വരും ദിവസങ്ങളിൽ മറ്റ് കായിക ഇനങ്ങളിലെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങളിലൂടെ മാറ്റേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.